നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. कुल मिला के कितनी सीटें, क्या केरला तमिलनाडु में खाता खुलेगा? हम बहुत अच्छा चुनाव लड़े हैं जी। खाता तो निश्चित रूप से खुलेगा, परंतु सीटों का अनुमान लगाना वहाँ इसलिए दिक्कत है कि बड़ी कांटे की टक्कर हुई है। पर दोनों प्रदेशों में, मतलब तमिलनाडु में भी खुलेगा, केरला में भी खुलेगा। കേരളത്തിൽ ബിജെപി സീറ്റ് നേടുമെന്ന് അമിത്ഷാ. തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ സീറ്റ് ബിജെപിക്കായിരിക്കുമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ അമിത്ഷാ. അമേഠിയിലും റായ്ബറേലിയിലും തീരുമാനമെടുക്കാത്തതിൽ ഗാന്ധി കുടുംബത്തിന് പരിഹാസം. लड़ने का आत्मविश्वास नहीं है, अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था। ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടി വരുമോ? KSEBയുടെ നിർണായക യോഗം തുടരുന്നു. പവർ കട്ട് ആവശ്യമാണെന്ന് KSEB. മഴ ചതിക്കില്ലെന്ന വിശ്വാസത്തിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ. ചൂട് പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം. KSRTC ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് VD സതീശൻ. യാത്രക്കാരെ സച്ചിൻ ദേവ് MLA ഇറക്കി വിട്ടിട്ടില്ലെന്ന് AA റഹീം. ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുക്കാനെന്ന് വിശദീകരണം. തൃശൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് കണ്ടക്ടർ തള്ളിയിട്ട് ചികിത്സയിലായിരുന്ന യാത്രക്കാരൻ മരിച്ചു. ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനാകാത്ത വിധം ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരം. നിശ്ചയിച്ച ടെസ്റ്റുകൾ വേണ്ടെന്ന് വെച്ചു. മലപ്പുറത്ത് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്കുള്ള വഴി കെട്ടിയടച്ചു. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ചിത്രീകരിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമം. മാലിന്യ വണ്ടി ഇടിപ്പിച്ചു വീഴ്ത്തി. 2 യുവാക്കൾക്കും ദേഹമാസകലം മുറിവ്. നെയ്യാറ്റിൻകരയിൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ. മകളുടെ വിവാഹത്തിന് പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്കുകാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യ ചെയ്ത സോമസാഗരത്തിന്റെ കുടുംബം. പെരുമ്പഴതൂർ സഹകരണ ബാങ്ക് അധികൃതർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. ലൈംഗികാരോപണ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നോട്ടീസ്. നയതന്ത്ര ഇടപെടൽ തേടി പ്രധാനമന്ത്രിക്ക് സിദ്ധരാമയ്യയുടെ കത്ത്. നാനൂറിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് 18നോട് പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടുമെന്നാണ് ആത്മവിശ്വാസം. 400 സീറ്റ് നേടി ഭരണ തുടർച്ച ഉറപ്പാണെന്നും അമിത്ഷാ ആവർത്തിച്ചു. ഉത്തർപ്രദേശിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി നേടും. പശ്ചിമ ബംഗാളിൽ ചുരുങ്ങിയത് 30 സീറ്റ് നേടുമെന്നും നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞു. कुल मिला के कितनी सीटें, क्या केरला तमिलनाडु में खाता खुलेगा? हम बहुत अच्छा चुनाव लड़े हैं जी। खाता तो निश्चित रूप से खुलेगा, परंतु सीटों का अनुमान लगाना वहाँ इसलिए दिक्कत है कि बड़ी कांटे की टक्कर हुई है। पर दोनों प्रदेशों में, मतलब तमिलनाडु में भी खुलेगा, केरला में भी खुलेगा। 12:30 बजे के पहले NDA 400 पार कर जाएगी, मोदी जी फिर से प्रधानमंत्री होंगे। जो लोअर टर्नआउट है इसके बहुत सारे कारण हैं। 12 साल के बाद मतदाता सूची का शुद्धिकरण हुआ है, एक। दूसरा कारण है कि सामने से कोई लड़ाई ही नहीं है, जिसके कारण टर्नआउट पर एक प्रकार से इफेक्ट होता है। मगर हमारी पार्टी की टीम ने, मैंने स्वयं बहुत डिटेल एनालिसिस किया है। हम 2 चरण में 100 पार कर 100 से भी कई अधिक सीटें जीत के साथ आगे बढ़ रहे हैं तीसरे चरण में। तो मुझे 400 पार के लक्ष्य में कोई दिक्कत नहीं दिखाई पड़ी. കോൺഗ്രസിനും അമിത്ഷായുടെ പരിഹാസം. തട്ടകമായ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ഗാന്ധി കുടുംബത്തിന് ആത്മവിശ്വാസമില്ലെന്ന്
അമിത്ഷാ പറഞ്ഞു. രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്നും തരം താണ പ്രചാരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. राहुल गांधी और प्रियंका गांधी जी का कभी हाँ कभी ना, कभी लड़ रहे हैं कभी नहीं लड़ रहे हैं, अभी कुछ सुनने में आ रहा है कि शायद अब नहीं लड़ रहे हैं. इसको कैसे देखते हैं आप? देखिए, ये लोग आत्मविश्वास गवा बैठे हैं. अपनी पुश्तैनी सीट से भी लड़ने का आत्मविश्वास नहीं है. अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था. ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. 400 സീറ്റുകൾ NDA സഖ്യം നേടുമെന്നുള്ള തുടക്കത്തിലേയുള്ള പ്രചാരണം ഇപ്പോൾ ഇല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഇന്ന് അമിത്ഷാ നൽകിയത്. അമിത്ഷാ പറയുന്നത് 400 സീറ്റുകൾ NDA സഖ്യം നേടും, അതും 12:30-ക്ക് മുൻപ്, ജൂൺ 4 12:30-ക്ക് മുൻപ് തന്നെ ഈ സീറ്റുകൾ ഉറപ്പിക്കുമെന്നും പ്രധാനമന്ത്രിയായി 3ാം തവണയും നരേന്ദ്രമോദി എത്തുമെന്നുമാണ് അമിത്ഷായുടെ വാക്കുകൾ. അതേസമയത്ത് തന്നെയാണ് തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടുമെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തവണ BJPക്ക് സീറ്റ് ഉണ്ടാകുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പശ്ചിമബംഗാളിൽ 30 സീറ്റുകളാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ സംസ്ഥാനങ്ങളിൽ അതേ സ്ഥിതി തുടരുമെന്നും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നും ഒഡീഷയിലും കൂടുതൽ സീറ്റ് കിട്ടുമെന്നും അമിത്ഷാ പറയുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഈ 400 സീറ്റ് എന്നുള്ള അവകാശവാദം അതിപ്പോഴും ഇല്ലാതായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ അമിത്ഷായുടെ ഈ അഭിമുഖം. കണക്കുകൾ നിരത്തി അദ്ദേഹം എങ്ങനെയാണ് ഇത് വ്യക്തമാക്കിയത് ഓരോ സംസ്ഥാനങ്ങളിലെയും? മഞ്ജുഷ, ഇപ്പോഴും 400+ NDAക്ക് നേടും എന്നുള്ള അവകാശവാദത്തിൽ തന്നെ അമിത്ഷാ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് ആവർത്തിച്ചു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി സീറ്റുകൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ തവണ മികച്ച ഒരു പെർഫോമൻസിന് BJPക്ക് കഴിഞ്ഞിരുന്നില്ല. ആകെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന 130 സീറ്റുകളിൽ 30 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി 100 സീറ്റുകളിലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് മേലെ BJP വരും എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നു. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കർണാടകയിൽ കഴിഞ്ഞ തവണ 25 സീറ്റുകൾ, ആകെ 30 സീറ്റ് കിട്ടിയെങ്കിൽ അതിൽ 25 സീറ്റും കിട്ടിയ കർണാടകയിൽ ഇത്തവണ ആ സ്ഥിതി മെച്ചപ്പെടുത്തി 28 സീറ്റുകളാണ് കർണാടകയിലുള്ളത്. ആ 25-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് വരും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം അക്കൗണ്ട് തുറക്കുമെന്നും അവിടെ മെച്ചപ്പെട്ട നില BJPക്ക് നേടും എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശവാദം, ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് 400+ എന്നൊരു കണക്ക് വീണ്ടും അമിത്ഷാ ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുന്നത്. 1-2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ അത്ര 400+ സീറ്റുകളിലേക്ക് BJP പോകില്ല എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. ആ വിലയിരുത്തലിന് ഒരു മറുപടി എന്ന നിലയ്ക്ക് കൂടിയാണ് അത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. കിരൺ, മറ്റൊരു കാര്യം, ഈ കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് സീറ്റ് ഉണ്ടാകുമെന്ന് അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ എത്ര എണ്ണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. അവിടെ കടുത്ത മത്സരം നടക്കുന്നതിനാൽ അങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് വരില്ല എന്നാണല്ലോ അമിത്ഷാ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റ് കിട്ടിയാലും ഈ കർണാടകത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിച്ചാൽ പോലും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് എന്ന ലക്ഷ്യം എങ്ങനെ കൈവരിക്കുമെന്നാണ് കണക്കുകൾ നോക്കുമ്പോൾ? മഞ്ജുഷ, ഈ കണക്കുകളുടെ പ്രായോഗികത കണക്കിലെടുത്തു കഴിഞ്ഞാൽ അമിത്ഷായുടെ വാദത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് പാർട്ടിയുടെ നേതാവും പറയുന്നത് പോലെ, ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ 2 മുന്നണികളും ഞങ്ങൾ 20 സീറ്റും ജയിക്കുമെന്ന് വോട്ടെടുപ്പിന് തലേന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വാദമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് അതിലൊരു യാഥാർത്ഥ്യ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ അത്തരം ഒരു യാഥാർത്ഥ്യം കാണാൻ കഴിയില്ല. കാരണം 130 സീറ്റുകളിൽ 30 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത്. ആ 30 സീറ്റുകൾ തന്നെ ലഭിക്കാൻ കാരണം BJPക്ക് കർണാടകയിലാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉണ്ടായിരുന്നത്. 28-ൽ 25 സീറ്റും കർണാടകയിൽ ലഭിച്ചു. അങ്ങനെ കർണാടകയിൽ അത്രത്തോളം സീറ്റ് ഇത്തവണ നിലനിർത്തുക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ BJP ഭരണമുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കോൺഗ്രസ് ഭരണമാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ കാര്യമായ തർക്കങ്ങളില്ല. BJPക്കുള്ളിൽ കർണാടകയിൽ വലിയ തർക്കങ്ങളും ഉള്ളിലെ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും അത്തരം ഒരു പൊതു ചിത്രം നോക്കിയാൽ തന്നെ BJPക്ക് കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തുക എന്നത് തന്നെ പ്രയാസമാണ്. മറ്റൊന്ന് BJP പ്രധാനമായും ലക്ഷ്യമിടുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് തമിഴ്നാട്ടിൽ 1 സീറ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഇത്തവണ 4-5 സീറ്റിലേക്കെങ്കിലും വർദ്ധിപ്പിക്കുക. അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അണ്ണാ DMK ADMK തകർന്നു പോയ സാഹചര്യത്തിൽ ആ ADMKയുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ട് ഒരു വിജയം ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അവിടെ നിന്ന് കുറച്ച് സീറ്റുകൾ ലഭിച്ചാലും ഇനി ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലും അവിടെ TDPയുമായി സഖ്യത്തിലാണ്. ആ സഖ്യത്തിൻ്റെ ഫലമായി കഴിഞ്ഞ തവണയും സീറ്റൊന്നുമില്ലായിരുന്നു, 0 സീറ്റായിരുന്നു. അവിടെയും കുറച്ച് സീറ്റ് ലഭിച്ചാലും അവിടെ എല്ലാം കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് 130-ൽ പകുതിയിലേറെ സീറ്റുകൾ നേടുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു മുന്നേറ്റത്തിന് ഉള്ള സാധ്യത നിലവിൽ കുറവാണ്. പക്ഷേ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഇനിയും ഉത്തരേന്ത്യയിൽ നടക്കാറുണ്ട്.
ഉണ്ട്. അതുകൊണ്ട് തന്നെ 400+ പൂർണ്ണമായും ഞങ്ങൾ മാത്രമാണ്, എതിരാളികളെ ആരുമില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കണം. അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ കിരൺ. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നു. ഇതോടൊപ്പം തന്നെയാണല്ലോ ഈ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തേണ്ട, സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ പോലും ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണല്ലോ റായ്ബറേലിയുടെയും അമേഠിയുടെയും കാര്യം അദ്ദേഹം എടുത്തിട്ടത്. അതിൽ അദ്ദേഹം ഈ കോൺഗ്രസിനുള്ള ആത്മവിശ്വാസക്കുറവ്, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിനുള്ള ആത്മവിശ്വാസക്കുറവ് അത് നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് അമേഠിയിലെയും റായ്ബറേലിയിലെയും സീറ്റ് നിർണ്ണയിക്കുന്നത് പോലും നീണ്ടുപോകുന്നു എന്ന വിമർശനമാണല്ലോ അദ്ദേഹം ഉന്നയിക്കുന്നത്, ഒരു പരിഹാസത്തോടു കൂടി തന്നെ. മഞ്ജുഷ, അത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അമിത്ഷായുടെ ഇന്റർവ്യൂവിൻ്റെ ആകെ ഒരു തുക എന്ന് പറയുന്നത്, അമിത്ഷാ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു 400+ നേടിക്കൊണ്ട് BJP NDA അധികാരത്തിൽ വരുമെന്നും എതിരാളികളായി നിൽക്കുന്ന കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല എന്ന തരത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പം പരിഹാസം കൂടി കലർത്തിക്കൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ എതിരാളികളെ അല്ല എന്ന് വരുത്തി തീർക്കുക, അതിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമില്ല എന്ന് വരുത്തി തീർക്കുക, ഒരു വലിയ വിജയത്തിലേക്ക് BJP പോകുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദക്ഷിണേന്ത്യയിലടക്കം വലിയ വിജയം ഉണ്ടാകും എന്നെല്ലാം അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിൽക്കുന്നവരെ അവിടെയാണ് ഇനി പ്രധാനമായും വോട്ടെടുപ്പ് നടക്കേണ്ടതുള്ളത്. ആ സ്ഥലങ്ങളിലൊക്കെ ഇനി വലിയ തോതിൽ വിജയം ഉണ്ടാവണമെങ്കിൽ ഇനി വിജയിക്കാൻ പോകുന്നത് BJP ആണ് എന്നുള്ള പ്രതീതി തന്നെയാണ് നൽകേണ്ടത്. അത്തരമൊരു പ്രതീതി നൽകൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളോട് ചെയ്തത്. മറ്റൊന്ന് ബംഗാളാണ്. ബംഗാളിനെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, BJP കടന്നു കയറണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വലിയ സീറ്റ് മോഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ദീർഘകാലമായി തന്നെ ബംഗാൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചാണ്. കഴിഞ്ഞ തവണയാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് BJP കഴിഞ്ഞത്, 18 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞു. പക്ഷേ ബംഗാളിലെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ BJPക്ക് ആ പെർഫോമൻസിന് അടുത്തെങ്ങും എത്താൻ കഴിഞ്ഞില്ല. വല്ലാത്ത രീതിയിലേക്ക് പിന്നോക്കം പോവുകയും മമതാ ബാനർജി ഒറ്റയ്ക്ക് തന്നെ വലിയ തോതിൽ മുന്നോക്കം പോവുകയും ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായത്. അവിടെ മമതയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പരമാവധി സീറ്റുകൾ നേടണം എന്നുള്ള ലക്ഷ്യമുണ്ട്. മറ്റൊന്ന്, ഉത്തരേന്ത്യയിൽ UP മാത്രം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, മധ്യപ്രദേശ് എടുത്താലും രാജസ്ഥാൻ എടുത്താലും ഛത്തീസ്ഗഡ് എടുത്താലും എല്ലാം ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആകെയുള്ള സീറ്റുകളിലെ മുഴുവൻ സീറ്റുകളോ അല്ലെങ്കിൽ ഒരു സീറ്റ് കുറവോ മാത്രമാണ്. മധ്യപ്രദേശിൽ 28 സീറ്റുകളും നേടിയത് BJP ആണ്. രാജസ്ഥാനിലെ 25 സീറ്റുകൾ 25 സീറ്റും നേടിയത് BJP ആണ്. അതുകൊണ്ട് അവിടെയൊന്നും ഇനി എക്സ്ട്രാ സീറ്റ് കിട്ടും എന്ന് പറയാൻ കഴിയില്ല. പിന്നീട് പറയാൻ കഴിയുന്നത് വലിയൊരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അവിടെയാണ് 62 സീറ്റുകൾ കിട്ടിയത്. അവിടെ നിന്ന് 6 മുതൽ 7 വരെ സീറ്റുകൾ കൂടി അധികം കിട്ടാമെന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അമിത്ഷാ ഇത്ര വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ പോലും പൂർണ്ണമായും UP പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും എതിരാളികൾക്ക് കൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യത കൂടി നിലനിർത്തിക്കൊണ്ട് മാത്രമേ UPയിൽ അത്തരം ഒരു പ്രസ്താവന മാത്രം അദ്ദേഹം നടത്തുന്നു എന്നതുകൂടി നമ്മൾ ശരിയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. CAA കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് OBC സംവരണം കൊടുക്കും കോൺഗ്രസ്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച അതേ വിഷയം തന്നെ അമിത്ഷാ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. CAA വിഷയത്തിൽ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷിച്ചവർക്കുള്ള പൗരത്വം ഈ മാസം തന്നെ നൽകുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. मैं इस इंटरव्यू में देश की जनता को आपके माध्यम से बताना चाहता हूं, राहुल जी, भारतीय जनता पार्टी का एक भी सांसद संसद में जब तक है 370 फिर से नहीं आ सकता, CAA समाप्त नहीं हो सकता। अब ये इतिहास का हिस्सा बन चुका है 370 और CAA वास्तविकता बन चुका है। सिर्फ आपने इसको जल्दीबाजी में इंप्लीमेंट कर दिया कि इससे कुछ नागरिकता भी लोगों को मिलेगी, और ये कब तक पॉसिबल होगा, इसका क्या टाइम फ्रेम है? देखिए, एप्लीकेशन आना शुरू हो गया है, रूल्स के हिसाब से इसकी स्क्रूटिनी हो रही है। मुझे लगता है चुनाव के पहले ही, मतलब अंतिम मतदान के पहले ही नागरिकता देने की शुरुआत हो जाएगी। കർണാടകത്തിൽ ഒറ്റ രാത്രി കൊണ്ട് മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് എന്ന ആരോപണമാണ് അമിത്ഷാ ഉന്നയിച്ചത്. ഐക്യ ആന്ധ്രയിലും ഇക്കാര്യം കോൺഗ്രസ് നടപ്പാക്കിയിരുന്നതായും അമിത്ഷാ ഈ അഭിമുഖത്തിൽ പറഞ്ഞു. एक और बात जो है, जो चर्चा में है इस वक्त, वो ये है कि मैनिफेस्टो को कांग्रेस के देखते हुए आप लोग कह रहे हैं कि ये OBC रिजर्वेशन को काटकर मुसलमानों को दे देंगी। इसका मैनिफेस्टो नहीं, ये कर चुके हैं जी। कर्नाटक में उनकी सरकार थी, रातों रात कर्नाटक के सारे मुसलमान को बैकवर्ड बना दिया। ना बैकवर्डनेस का सर्वे हुआ, ना कोई कमीशन बना, धर्म के आधार पर सारे लोगों को बैकवर्ड घोषित कर दिया और उनको रिजर्वेशन भी दिया। अब ये रिजर्वेशन जो कटा वो OBC का ही कटा है। इसी तरह से आंध्र प्रदेश में, संयुक्त आंध्र में जब उनकी सरकार थी
मुसलमानों को रिजर्वेशन दे दिया, तो ये किसका कटता है? एसटी एससी ओबीसी का ही कटता है। जब ये बात मैंने कही कि हम ये धर्म के आधार पर रिजर्वेशन को समाप्त कर देंगे, तो मेरे वीडियो को तोड़ मरोड़ कर जनता के सामने पेश किया। जी, आज आपने प्रेस कॉन्फ्रेंस भी की। राहुल गांधी के राजनीति के अंदर कांग्रेस की कमान संभालने के बाद राजनीति का स्तर सतत सातत्यपूर्ण तरीके से राहुल गांधी गिरा रहे हैं। संसद में आप बहस नहीं कर सकते हो, शोर शराबा करना, बहिष्कार कर देना, बोलने नहीं देना, डिबेट में हिस्सा नहीं लेना और बाहर निकलकर प्रेस करना कि हमारे साथ अन्याय हो रहा है। क्या समझते हैं देश की जनता को? देश की जनता ये सब नहीं जानती। देश की जनता ये सब चीजें बहुत अच्छे तरीके से जानती है। लोकतंत्र में हेल्दी डिबेट होनी चाहिए। മതത്തിന്റെ പേരിൽ OBC സംവരണം അട്ടിമറിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് അമിത്ഷാ ഉന്നയിച്ചത്. കിരൺ, ഇത് ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ മുതൽ അങ്ങോട്ട് പ്രധാനപ്പെട്ട വിഷയമായിട്ട് OBC സംവരണം കോൺഗ്രസ് അട്ടിമറിക്കുന്നു. അത് കർണാടകത്തിൽ കണ്ടതാണ്, ആന്ധ്രയിൽ നേരത്തെ കണ്ടതാണ്, പക്ഷേ അത് കോടതി ഇടപെട്ട് തടയുകയായിരുന്നു. ഈ വിഷയങ്ങൾ ആവർത്തിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയല്ലേ ഇപ്പോൾ അമിത്ഷാ നൽകുന്നത്? ഇതായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായിട്ട് വരാൻ പോകുന്നത് ഇനിയുള്ള ഘട്ടങ്ങളിലെന്ന്. മഞ്ജുഷ, വളരെ തന്ത്രപൂർവ്വമായ നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം പൂർത്തിയാവാറായി. ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പുള്ളത്. അവിടെ OBC വിഷയത്തിൽ ജാതി സെൻസസ് ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു ഭാഗത്ത് OBCയുടെ വോട്ട് ബാങ്ക് ശേഖരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട്. OBC വിഭാഗങ്ങളുടെ സംവരണം, OBC വിഭാഗങ്ങൾക്ക് അർഹമായ സംവരണം ലഭ്യമായോ എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ജാതി സെൻസസ് ഇന്ത്യയിൽ ആവശ്യമാണ്. അങ്ങനെ ഒരു ജാതി സെൻസസ് നടത്തിക്കൊണ്ട് ഓരോ വിഭാഗത്തിനും എല്ലാ മേഖലയിലും എത്രത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് വേണം പ്രാതിനിധ്യം നൽകേണ്ടത് എന്നത് പറയുന്നു. ബീഹാറിലടക്കം ആ OBC സെൻസസ് നടപ്പാക്കുകയും അക്കാര്യത്തിൽ അന്ന് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ നടപ്പാക്കിയത്. അതിനെ തുടർന്നാണ് ഇന്ത്യ ആകമാനം അത്തരം OBC സെൻസസ്, ഒരു ജാതി സെൻസസ് ആവശ്യവുമായി ഇന്ത്യ മുന്നണി നിന്നത്. അതിനെ ഫലപ്രദമായി തടയുക, ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ OBC കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ട് OBC സംവരണമടക്കം മുസ്ലിം വിഭാഗത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. OBC സംവരണം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ലഭിക്കേണ്ട പിന്നാക്ക സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന മട്ടിലേക്ക് ഒരു പ്രചരണം കൂടിയാണ് പ്രധാനമായും നടത്തുന്നത്. അത്തരം ഒരു നേരത്തെ പ്രധാനമന്ത്രിയും ആ തരത്തിലേക്ക് ഒരു പ്രചരണം നടത്തിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അമിത്ഷായും ആവർത്തിക്കുന്നത്. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഇത്തരം ഒരു കൺഫ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ നേട്ടമുണ്ടാവുക BJPക്കാവും. എന്ന് മാത്രമല്ല, ജാതി സെൻസസ് എന്ന ആവശ്യവുമായി ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ് ആ ജാതി സെൻസസ് നടത്തുന്നത് OBC വോട്ടുകളുടെ ഒരു ശേഖരണത്തിന് വേണ്ടിയാണെങ്കിൽ, OBC വോട്ടുകളുടെ ഒരു ഏകീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അതിനിടയിലും ഒരു വിള്ളലുണ്ടാക്കാൻ ഇത്തരം ഒരു സംശയം ജനിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവും. അതുകൂടി കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രപരമായ നീക്കം കൂടിയാണ് അമിത്ഷാ നടത്തുന്നത്. OBC സംവരണം OBC ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് ലഭിക്കേണ്ട സംവരണം മുസ്ലിം വിഭാഗത്തിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് മറിച്ചു കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് നഷ്ടമുണ്ടാവും എന്ന തരത്തിലേക്ക് ഒരു പ്രചരണം കൂടിയാണ്. അതാണ് ആവർത്തിച്ച് പറയാൻ അമിത്ഷാ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി കിരൺ ബാബു, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന ഘട്ടങ്ങളിൽ എന്തായിരിക്കും അജണ്ട എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അമിത്ഷായുടെ അഭിമുഖം. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ കാണാം. മറ്റു വാർത്തകളിലേക്ക്. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി കൂടിയതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് ഉന്നതതല യോഗം തുടരുകയാണ്. KSEB നേരത്തെ തന്നെ പവർ കട്ട് വേണം എന്നുള്ള ആവശ്യം സർക്കാരിന്റെ മുന്നിൽ വെച്ചിരുന്നു. ഇക്കാര്യവും വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിനാവശ്യമായ ചർച്ചയാണ് നടക്കുന്നത്. കാരണം സർക്കാരിന് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിൽ താൽപ്പര്യമില്ല. എന്നാൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയുമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. അരുൺ, എന്തായാലും ലോഡ് ഷെഡിംഗ് എന്നുള്ളത് അവസാനത്തെ കാര്യമായിട്ട് മാത്രമേ വരികയുള്ളൂ. അതിനു മുൻപ് ചിലപ്പോൾ പവർ കട്ടിന്റെ സാധ്യതകൾ അത് ആലോചിക്കുന്നുണ്ടോ? ഏത് രീതിയിലാണ് ചർച്ച പുരോഗമിക്കുവാൻ സാധ്യത? ഇതിനകം KSEB സർക്കാരിന് മുന്നിൽ നൽകിയിട്ടുള്ള ആവശ്യങ്ങൾ നോക്കുമ്പോൾ പവർ കട്ട് വേണമെന്നൊരു നിർദ്ദേശം KSEB മുന്നിൽ വച്ചിട്ടുണ്ട്. ഏത് വിധേനയും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകണം. ഇപ്പോൾ സാഹചര്യത്തിൽ ആളുകളുടെ ഉപയോഗം കുറയ്ക്കാൻ പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം കടുത്ത ചൂടാണ്, കൊടും വേനലാണ്, രാത്രിയും പകലുമില്ലാതെ ഉഷ്ണമാണ്. പല ജില്ലകളിലും ഉഷ്ണ തരംഗം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉപയോഗം കുറയ്ക്കുക എളുപ്പമല്ല. സംസ്ഥാനത്ത്
ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്നു. ആ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗം മറ്റു തരത്തിൽ വളർന്നു വരുന്നു. വ്യാവസായിക മേഖലകളിൽ വൈദ്യുതി വളരെ അധികം അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നിയന്ത്രണം എന്ന് മാത്രമാണ് മുന്നിലുള്ള വഴിയെന്ന വിലയിരുത്തലാണ് KCBക്കുള്ളത്. അവർ നേരത്തെ തന്നെ ഒരു പവർ കട്ട് ഏർപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ സർക്കാർ അംഗീകരിക്കുന്നില്ല. നയപരമായ തീരുമാനം കൂടി വേണ്ട വിഷയമാണ്. പീക്ക് അവറുകളിൽ, പീക്ക് സമയങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നു. ഓരോ ദിവസവും പുതിയ റെക്കോർഡുകളിലേക്ക് വൈദ്യുതി ഉപയോഗം മാറുന്നു. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നിയന്ത്രണം വേണമെന്ന ആവശ്യമായി KCB സർക്കാരിനെ സമീപിക്കുന്നത്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഇപ്പോഴും തുടരുകയാണ്. അത് അവസാനിച്ചിട്ടില്ല. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കാനോ പുറത്തു വാങ്ങാനുള്ള വഴികളൊക്കെ തേടും. പക്ഷെ പുറത്തു വാങ്ങുമ്പോഴും വലിയ രീതിയിലുള്ള ചെലവ് സർക്കാരിന് ഉണ്ടാകുന്നുണ്ട്. അതിലും വാങ്ങുന്നതിലും ചില നിയന്ത്രണങ്ങളുണ്ട്. വൈദ്യുതി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്ന വഴികൾ സർക്കാർ തേടുന്നത്. ഇപ്പോഴും യോഗം തുടരുകയാണ്. മഴ ലഭിക്കുന്നത് വരെയെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുന്നോട്ട് പോകാനാകുമോ എന്ന ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് ഇപ്പോൾ തന്നെയുണ്ട്. പലപ്പോഴും രാത്രിയിലൊക്കെ മണിക്കൂറുകളോളം പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഔദ്യോഗികമായി തന്നെ ഒരു ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ വേണമെന്ന അഭിപ്രായം KCBക്കുള്ളപ്പോൾ പരമാവധി അത് ഒഴിവാക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത്. യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ശരി അരുൺ, എന്തായാലും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമം സർക്കാർ നടത്തുന്നുണ്ട്. KCB പക്ഷേ പവർ കട്ട് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട യോഗം കൂടി ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലകളിലെ പ്രവർത്തനങ്ങൾ മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനം. താപനില ഓരോ ദിവസവും ഉയരുന്നതിനാൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ട്. ഇത് പ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശവും ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നതോടെ ഭവാനി പുഴയിൽ വെള്ളം എത്തിയിട്ടുണ്ട്. ഇത് അട്ടപ്പാടിക്ക് താൽക്കാലിക ആശ്വാസവും നൽകിയിട്ടുണ്ട്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കടുത്ത ഉഷ്ണം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇടമഴ ലഭിച്ചിട്ടില്ല. വേനൽമഴ ശക്തമായി ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിക്ക്, ഈ ഒരു ചൂടിൻ്റെ പ്രതിസന്ധി മാറുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ മഴ ലഭിക്കുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇന്നലെ മുതൽ തന്നെ മഴക്കാർ പലപ്പോഴായി നീങ്ങിപ്പോകുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ ഈ ചൂടിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജനജീവിതം കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. അനുദിനം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഉഷ്ണം അനുഭവപ്പെടുന്നത്. എന്തായാലും ആളുകളോട് പരമാവധി പുറത്തിറങ്ങരുത്, ഈ വെയിലത്ത് നിൽക്കരുത് ഉൾപ്പെടെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം ചേർന്നത്. ഇതിൽ അതായത് മന്ത്രിമാർക്ക് കൃത്യമായി തന്നെ ഇത് വിലയിരുത്താനുള്ള, ഓരോ ജില്ലകളിലെയും ഉഷ്ണത്തെ സംബന്ധിച്ചുള്ള വിലയിരുത്താനുള്ള, അല്ലെങ്കിൽ അത് പരിശോധിച്ച് അതിനുവേണ്ട നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ന് പാലക്കാട് നിന്ന് കേൾക്കുന്ന മറ്റൊരു വാർത്ത, ഒരു ആശ്വാസകരമായ വാർത്തയാണ്. തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നിരിക്കുന്നു. എന്തായാലും വരണ്ടുണങ്ങിയ ഭവാനി പുഴ ഇപ്പോൾ കൂലം കുത്തി ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് മനസ്സിന് ആശ്വാസം പകരുന്നതാണ്. എന്തായാലും അട്ടപ്പാടിയിലെ പുതൂർ, അതുപോലെ തന്നെ അഗളി, 2 പഞ്ചായത്തിലെയും ആളുകൾക്ക് അതുകൊണ്ട് തന്നെ വലിയ ഗുണമുണ്ടാകും. പ്രത്യേകിച്ച് കൃഷിക്കാർക്ക്, ഒപ്പം തന്നെ കുടിവെള്ളത്തിനും ശുദ്ധജലം ലഭിക്കുന്നതിനും, ഒപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായ ജലസേചനത്തിനും ആവശ്യമുള്ള വെള്ളം ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ നമുക്കറിയാം, ഇത് ഈ 16 കിലോമീറ്ററോളം ദൂരത്തിലാണിത്. അതായത് നീലഗിരി കുന്നിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്, ഭവാനി നദി. അതിനുശേഷം ഇത് തമിഴ്നാട്ടിലെ പില്ലൂരിലേക്ക് പോവുകയാണ്. പില്ലൂരിലേക്ക് വെള്ളം എത്തുന്നതിന് വേണ്ടി തമിഴ്നാടാണ് അപ്പർ ഭവാനി ഡാം അല്പസമയം മുമ്പ് തുറന്നത്. എന്തായാലും ഇതൊരു ആശ്വാസം പകരുന്നതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് ഒരു നാമമാത്രമായെങ്കിലും ഗുണമുണ്ടാവുക. എന്തായാലും ശക്തമായ മഴ സംസ്ഥാനത്തിൽ ലഭിച്ചാൽ മാത്രമായിരിക്കും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ രാത്രിയിൽ ആളുകൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട്. എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം റൂമിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കടുത്ത ദുരിതം തന്നെയാണ് ആളുകൾ നേരിടുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നു. പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത് മലപ്പുറത്തെ +1 സീറ്റുകളുടെ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള തീരുമാനമാണ്. ഇതിൽ സർക്കാർ സ്കൂളുകളിൽ 30% സീറ്റുകൾ +1 കൂട്ടും. മലപ്പുറം ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ്
+1 കൂട്ടാനാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനം. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മുൻ വർഷങ്ങളിൽ ഇത് വലിയ വിമർശനം ഉണ്ടാക്കിയ കാര്യമാണ്. മലപ്പുറത്ത് ആവശ്യത്തിന് +1 സീറ്റുകളില്ല, പ്രത്യേകിച്ച് മലബാറിലെ മറ്റു മേഖലകളിലും ആവശ്യത്തിന് +1 സീറ്റുകൾ ഇല്ല എന്നുള്ള കാര്യം. ഇത്തവണ 10ാം ക്ലാസിന്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു തീരുമാനം എടുത്തല്ലോ സീറ്റ് കൂട്ടുവാൻ. ഇതിപ്പോൾ ഈ ജനപ്രതിനിധികളൊക്കെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം കൂടി പരിഗണിച്ചാണോ? ഇത് പര്യാപ്തമാണോ ഇപ്പോഴത്തെ നിലയിൽ ഈ 30%, 20% കൂട്ടുന്നത്? മഞ്ജുഷ, 8ാം തീയതി SSLC ഫലം വരികയാണ്. ജൂൺ ആദ്യവാരം 2 വാരമോ +1 പ്രവേശന നടപടികൾ ആരംഭിക്കും. എല്ലാ വർഷത്തെയും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഇത്തരത്തിൽ +1 പ്രവേശന പ്രതിസന്ധി എന്നുള്ളത്. അത് പൂർണ്ണമായി പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മലബാർ മേഖലയിൽ പൊതുവിലും +1 സീറ്റുകളുടെ വലിയ കുറവ് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. വലിയ പ്രതിഷേധത്തിനും സമരങ്ങൾക്കുമൊക്കെ അത് കാരണമാകാറുണ്ട്. അത് പരിഹരിക്കാൻ, ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂൾ 20% സീറ്റ് വർദ്ധിപ്പിക്കാനാണ്. പലപ്പോഴും അഡീഷണൽ ബാച്ചുകളൊക്കെ അനുവദിച്ചാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും എല്ലാ തവണയും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് പൂർണ്ണമായും കഴിയാറില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ ഒരു പരിധിവരെ +1 പ്രവേശന പ്രതിസന്ധി മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അപ്പോഴും കൃത്യമായ എണ്ണം, എത്ര സീറ്റ് ഉണ്ടാകും, ഫലപ്രഖ്യാപന ശേഷം മാത്രമേ എത്ര സീറ്റുകൾ ആവശ്യം വരും, അതിലെത്ര ഉണ്ട്, ഇനി ഇപ്പോഴത്തെ വർധന എത്രത്തോളം സഹായകമാകുമെന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടാകുകയുള്ളൂ. ശരി, എന്തായാലും SSLC ഫലം വരുന്നതിന് മുൻപ് തന്നെ +1 സീറ്റ് കൂട്ടുവാനുള്ള, അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ +1 സീറ്റുകൾ കൂട്ടുവാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മേയറും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിനിടെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവം ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. KSRTCക്കും പോലീസിനും ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. മേയർക്കും ഡ്രൈവർക്കും 2 നീതി പാടില്ലെന്നും സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഈ തർക്കം നടക്കുമ്പോൾ സച്ചിൻ ദേവ് MLA KSRTC ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. M വിൻസെന്റ് MLA കഴിഞ്ഞ ദിവസം ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ DYFI ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. DYFI സംസ്ഥാന പ്രസിഡന്റ് AA റഹീം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി ഈ തർക്കത്തിനിടെ എന്ന കാര്യം AA റഹീം സമ്മതിച്ചു. എന്നാൽ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല എന്നാണ് AA റഹീം പറയുന്നത്. പക്ഷേ വിചിത്രമായ ഒരു കാര്യം കൂടി AA റഹീം പറഞ്ഞു. ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ് സച്ചിൻ ദേവ് MLA പറഞ്ഞത്. ഇതിനു വേണ്ടി ബസ്സിൽ സച്ചിൻ ദേവ് കയറിയത് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന വിചിത്രവാദമാണ് AA റഹീം ഉന്നയിച്ചത്. റഹീമിന്റെ വാക്കുകളിലേക്ക്. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസ്സിന്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിടും. എന്തിനാ അങ്ങനെ ഇറക്കി വിടുന്നേ? അങ്ങനെ ഇറക്കി വിടും അയാൾ. ഇനിപ്പോട്ടെ, ആ യുക്തിസഹമായ ചോദ്യങ്ങൾ വിട്ടേക്ക്. അവിടെ ഉണ്ടായ ആ നിമിഷങ്ങളിൽ തന്നെ എടുത്ത മൊഴികളുണ്ടല്ലോ. അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് അയ്യോ ഇതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും പറയാൻ കൊണ്ട് കാണിക്കുന്നില്ല. ഇതൊക്കെ കാലം തെളിയിക്കും. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി, പക്ഷേ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയതെന്നാണ് AA റഹീമിന്റെ വാദം. അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ എന്നുള്ള ആരോപണവും ഉന്നയിക്കുകയാണ് AA റഹീം. KK ശൈലജയ്ക്ക് നേരെ ഏത് രീതിയിലുള്ള സൈബർ ആക്രമണമാണോ നടന്നത്, അതേ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ തിരുവനന്തപുരം മേയർക്കെതിരെയും നടക്കുന്നുവെന്ന് AA റഹീം പറയുന്നു. എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ്, ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താശ്രവണം നടത്തുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പതറി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്നു കൊള്ളും, ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല. അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്.
ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും, മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന, അല്ലെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം, അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് DYFI വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. നേരത്തെ മേയറുടെ പരാതിയിൽ ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ യദു നൽകിയ പരാതിയിൽ FIR ഇട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധന പോലും നടത്തുന്നുണ്ടല്ലോ പോലീസ്. പക്ഷേ ഈ യദുവിന്റെ പരാതിയിൽ FIR ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ അല്ലേ? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ വിമർശനം ഉയരുകയും പ്രതിപക്ഷം അത് മേയർക്കെതിരെയും സച്ചിൻ ദേവ് MLAയ്ക്കെതിരെയും ആയുധമാക്കി മാറ്റുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് KSRTC അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പ്രാഥമിക നിലയിൽ എന്നോണമാണ് ബസ്സിനുള്ളിൽ, അതായത് തമ്പാനൂരിലെ KSRTC യാർഡിൽ ഉള്ള KSRTC ബസ്സിനുള്ളിൽ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം വിരലടയാള വിദഗ്ധരും അടങ്ങുന്ന സംഘം വിശദമായി ഇതിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കും. മെമ്മറി കാർഡ് മോഷ്ടിച്ചിരിക്കുന്നത് യാർഡിൽ വെച്ച് തന്നെയാണ് എന്നൊരു നിഗമനത്തിലാണ്, വിലയിരുത്തലിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ആ വഴിക്കാണ് അന്വേഷണം തുടരുന്നത്. യാർഡിന് സമീപത്തുള്ള CCTV ക്യാമറകളുടെ ദൃശ്യങ്ങളടക്കം ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അത് ഇന്നലെയാണോ ഇത്തരത്തിൽ മെമ്മറി കാർഡ് DVRൽ നിന്ന് ഊരിമാറ്റിയത്, അതോ അതിനു മുമ്പ് തന്നെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡ് വീണ്ടെടുത്താൽ മാത്രമേ ആ സമയത്ത് ബസ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, ലൈംഗിക ചേഷ്ടയോടെയുള്ള ആംഗ്യം ഡ്രൈവർ യദു കാണിച്ചിട്ടുണ്ടോ മേയറെയും ഭർത്താവിനെയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യത വരണമെങ്കിൽ ഈ മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഊർജിതമായ അന്വേഷണം ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി തമ്പാനൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നതിനുള്ള നീക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ജുഷ്, ശരി ഡാൻ. എന്തായാലും KSRTC ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മെമ്മറി കാർഡ് നഷ്ടമായതിനെക്കുറിച്ചുള്ള പരാതിയാണ് തമ്പാനൂർ പോലീസിൽ KSRTC നൽകിയിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ് പോലീസ്. മറ്റൊരു വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ സമരം നടത്തുകയാണ്. അനിശ്ചിതകാലത്തേക്കാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലൈസൻസ് ടെസ്റ്റുകൾ ഒരിടത്തും നടത്തുവാൻ പറ്റിയിട്ടില്ല. മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്കുള്ള വഴി കെട്ടിയടച്ചുള്ള പ്രതിഷേധവും കാണാൻ സാധിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങളിലും പ്രതിഷേധമുണ്ടായിരുന്നു. ചില പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും CITUവിൻ്റെ നേതൃത്വത്തിൽ, ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് CITUവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ അനിശ്ചിതകാലമായ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവും പിന്നെ RTO സേവനങ്ങളുടെ ബഹിഷ്കരണവും തുടങ്ങുകയാണ്. അതിന് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗത വകുപ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറക്കിയിട്ടുള്ള 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കണമെന്നുള്ളതാണ്. ഈ സർക്കുലർ നടപ്പിലാക്കുന്നതോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 7000-ഓളം ഡ്രൈവിംഗ് സ്കൂളുകളും അതിനോടനുബന്ധിച്ച് ഉള്ള 1,00,000-ലധികം വില വരുന്ന തൊഴിലാളികളും തെരുവിലാകും, ജോലിയില്ലാത്തവരായിത്തീരും. അത് വിധത്തിലാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമാണ് അപേക്ഷകരുടെ എണ്ണം. അപേക്ഷകരുടെ എണ്ണമല്ല കുറയ്ക്കുന്നത്, ടെസ്റ്റ് കൊടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക. അപേക്ഷകർ സർക്കാരിന് പൈസ കിട്ടുന്നത് അത് എത്രയും അവർ വാങ്ങുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ ലൈസൻസിന് വേണ്ടി ടെസ്റ്റിനുള്ള അവസരം ഈ ഫീസ് അടച്ചവർക്ക് നിഷേധിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നടപടിയിൽ വരുന്നത്.
മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. പലയിടങ്ങളിലും ഇന്ന് സ്ലോട്ട് നൽകിയിരുന്നതാണ് ലൈസൻസിന് ഹാജരാകുന്നതിന് വേണ്ടി. ഇത് പിന്നീട് റദ്ദാക്കുന്നുവെന്ന് കാണിച്ച് മെസ്സേജും നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പുതിയ നിയന്ത്രണങ്ങൾ അത് ഇന്നലെ മുതൽ നിലവിൽ വന്നിരുന്നു. സ്വാഭാവികമായി മെയ് ദിനമായിരുന്നതുകൊണ്ട് ഇന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായി മുട്ടത്തറയിലടക്കം തിരുവനന്തപുരം മുട്ടത്തറയിലടക്കം ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷന് മുമ്പിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത യൂണിയനുകൾ, തൊഴിലാളികളുടെ യൂണിയനുകൾ അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. തികച്ചും അപ്രായോഗികമായ ഒരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. കടുത്ത ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗം അവസാനിച്ചു. കൂടുതൽ വിവരങ്ങൾ വി അരുൺ നൽകും. അരുൺ, എന്തെല്ലാമാണ് യോഗത്തിലെ തീരുമാനങ്ങൾ? മഞ്ജുഷ, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രി യോഗത്തിലുണ്ടായി. മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് അടച്ചിടാൻ നിർദ്ദേശം നൽകാനാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മുതൽ വൈകിട്ട് 3 മണി വരെ ഒഴിവാക്കണം. ആ സമയത്ത് ക്ലാസുകൾ നടത്തരുത്. പോലീസ്, അഗ്നിരക്ഷാ ശമന രക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, SP തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പലയിടത്തും ഈ അവധിക്കാല ക്യാമ്പുകൾ, NCC ഉൾപ്പെടെ ക്യാമ്പുകൾ നടക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ പകൽ സമയങ്ങളിലെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ഈ ആസ്ബറ്റോസ് ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ, അതുപോലെ തന്നെ അത്തരം സ്ഥാപനങ്ങളൊക്കെ പകൽ സമയം അടച്ചിടണം. ഇത്തരം മേൽക്കൂരയുള്ള വീടുകൾ താമസിക്കുന്ന അതിഥി തൊഴിലാളി ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങി തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. കലാകായിക മത്സരങ്ങൾ പൂർണ്ണമായും പകൽ സമയത്ത് പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നടത്തരുത്, ഒഴിവാക്കണം. കന്നുകാലികളെ മേയാൻ വിടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഈ സമയത്ത് ആളുകൾ കന്നുകാലികളെ കൊണ്ടുപോകാൻ പാടില്ല. ലയങ്ങൾ, ആദിവാസി കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇവിടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശവുമുണ്ട്. ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്തലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തവർ ജില്ലകളിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ആ ജോലി സമയം പുനഃക്രമീകരിക്കാൻ നേരത്തെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കർശനമായി പാലിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള സന്ദേശം കൂടിയല്ലേ ഈ യോഗം നൽകുന്നത് അരുൺ? 11 മണി മുതൽ 3 വരെയുള്ള സമയത്ത് പരമാവധി ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും നേരത്തെ തന്നെ ഈ 11-3 സമയത്ത് നേരിട്ട് സൂര്യ പ്രകാശം ശരീരത്തെ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ വേണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് പലയിടത്തും പാലിക്കാനാകുന്നു. കാരണം സാധാരണക്കാരെ ആളുകൾക്കൊക്കെ ഈ പുറത്തിറങ്ങാതെ ഈ സമയത്ത് ജോലി ചെയ്യാതിരിക്കാനുള്ള അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അത് കഴിയാത്ത സമയമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പലയിടത്തും ഈ സൂര്യാതപമേറ്റുള്ള മരണങ്ങൾ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് പോലും ഈ ചൂടേറ്റുള്ള മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർശനമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുന്നത്. കുട്ടികളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ക്ലാസുകൾ, അവധിക്കാല ക്ലാസുകളുണ്ട്. അതിനൊക്കെ നിയന്ത്രണം വേണം, നേരത്തെ പറഞ്ഞാണ്. പക്ഷെ അപ്പോഴും അത് പാലിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി കർശനമായ നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നത്. ിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കർശനമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കുമില്ല. ഇപ്പോൾ ഈ അവധിക്കാല ക്ലാസുകൾ പ്രവർത്തിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നേരത്തെയും നൽകിയതാണ്. പക്ഷേ പലയിടത്തും അത്തരത്തിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. അതുതന്നെയാണ്, അത്തരം ക്ലാസുകൾ നടക്കുന്നത് സ്വാഭാവികമായും പരിശോധന ഉണ്ടാകും. രക്ഷാകർത്താക്കളാണ് പലപ്പോഴും കുട്ടികളെ ക്ലാസുകൾക്ക് കൊണ്ടുവിടുന്നതും മറ്റും. അവർക്ക് അതുകൊണ്ട് അവരോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥനയായി കൂടി സർക്കാരിന്റെ തീരുമാനം വരുന്നുണ്ട്. അത്തരത്തിൽ ക്ലാസുകൾ 11 മുതൽ 3 വരെയെങ്കിലും ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ്. രാവിലെയുള്ള ക്ലാസുകൾക്ക് അത്ര നിയന്ത്രണം ഏർപ്പെടുന്നില്ല. 11 മണി വരെ ക്ലാസുകളിലേക്ക് കുട്ടികളെ അയക്കാം. അതിനുശേഷം അവർ പുറത്തു പോകാതിരിക്കാൻ, ഈ ക്ലാസുകളിലാകുമ്പോൾ പലപ്പോഴും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടാകും, പുറത്തുള്ള കളികളും മറ്റും ഉണ്ടാകും, അവധിക്കാല ക്യാമ്പുകളിലും മറ്റും. അത് ഒഴിവാക്കാൻ നിർദ്ദേശം. NCCയുടെയും സ്കൗട്ടിന്റെയൊക്കെ ക്യാമ്പുകൾ സാധാരണ നടക്കുന്നത് ഈ അവധിക്കാലത്താണ്. ഈ 2 മാസം അവധിക്കാലത്താണ്, വേനലവധിക്കാലത്താണ്. അതും പരമാവധി ഈ സമയത്ത് 11 മുതൽ 3 വരെയുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകാതെ നോക്കണം. ആ സമയത്ത് ഈ പുറത്തുള്ള ഡ്രില്ലും പരേഡും ഒക്കെ ഒഴിവാക്കാൻ നിർദ്ദേശം. ഈ ജോലി ചെയ്യുന്ന, പുറത്ത് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പെയിന്റിംഗ് തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ, റോഡ് നിർമ്മാണ തൊഴിലാളികളുണ്ട്. അവരും ഈ 11 മുതൽ 3 വരെ പരമാവധി വെയിൽ കൊള്ളാതിരിക്കാനുള്ള ശ്രമം നടത്തണം. പലപ്പോഴും അത് സാധ്യമാകുന്നില്ല. നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. പലപ്പോഴും ഈ റോഡ് നിർമ്മാണ തൊഴിലാളികളൊക്കെ പകൽ ജോലി ചെയ്യുന്നത്, ഈ വെയിലത്ത് ജോലി ചെയ്യുന്നത്, അത് പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാർ
നൽകുന്നത്. സുരക്ഷാ ഓഡിറ്റ് തീപിടുത്ത സാധ്യതയും സർക്കാർ വിലയിരുത്തി. പലയിടത്തും ഈ ചൂട് കൂടുമ്പോൾ തീപിടുത്ത സാധ്യതയുമുണ്ട്. അത് ഒഴിവാക്കാനുള്ള ഫയർ ഓഡിറ്റ് അടക്കമുള്ള നടപടികളിലും വേണമെന്ന നിർദ്ദേശമുണ്ട്. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെയും കർശനമായ നിരീക്ഷണം നടത്താൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജില്ലാ കളക്ടർമാർ ഈ യോഗത്തിൽ ജില്ലാ കളക്ടർമാർ പങ്കെടുത്തു. ഓരോ ജില്ലയിലെയും സാഹചര്യം ജില്ലാ കളക്ടർമാർ യോഗത്തിൽ വിശദീകരിച്ചു. ശരി അരുൺ, എന്തായാലും വലിയൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. തിങ്കളാഴ്ച വരെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവധിയായിരിക്കും. അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവധിക്കാല ക്ലാസുകൾ ക്രമീകരിക്കണം. രാവിലെ 11 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ് കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ആലപ്പുഴ പള്ളിപ്പാട് നേഴ്സായ സൂര്യ മരിച്ചത് അരളിപ്പൂ കഴിച്ചിട്ടാണെന്ന് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. ഇക്കാര്യത്തിൽ വിഷബാധയേറ്റാണ് സൂര്യ മരിച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഫോൺ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ അരളിപ്പൂ കഴിച്ചിരുന്നതായി മരിച്ച സൂര്യയുടെ അമ്മ പ്രതികരിക്കുകയുണ്ടായി. വിദേശത്തേക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് സൂര്യ അരളിപ്പൂ ചവച്ചത്. ഞായറാഴ്ച വിമാനത്താവളത്തിലെത്തി തളർന്നു വീണ സൂര്യ പിറ്റേ ദിവസം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. എന്നാൽ അരളിപ്പൂ തന്നെയാണോ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. ശരണ്യ സ്നേഹജൻ സൂര്യയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു. വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ കാണാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദേശത്തേക്ക് പോകുന്നതിനിടയിൽ തയ്യാറെടുപ്പിനിടയിൽ ഹരിപ്പാട് പള്ളിപ്പാട് നിന്ന് പുറപ്പെട്ട വിമാനത്താവളത്തിലെത്തുകയും അവിടെ വെച്ച് കുഴഞ്ഞു വീണ് പിന്നീട് ആശുപത്രിയിൽ സൂര്യ എന്ന പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തത്. ആ സംഭവത്തിലേക്ക് നയിച്ചത് അരളിപ്പൂ കഴിച്ചതാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ വിഷബാധ ഏൽക്കാനും മരണത്തിലേക്ക് പോകാനും കാരണമെന്നുള്ളതാണ് ഇപ്പോൾ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകളിൽ നിന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യയുടെ അമ്മ നമ്മളോടൊപ്പമുണ്ട്. അമ്മ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എന്തായിരുന്നു? ഞങ്ങൾ ഇവിടുന്ന് 11 മണിയായപ്പോഴാണ് പോയത്. പോയി ഒരു പകുതി ആയപ്പോൾ കുഞ്ഞൊന്ന് എല്ലാവരോടും ഞങ്ങൾ 5 പേരാ പോയത്. ഞാനാ ചേട്ടന്, അനിയത്തി, 2 പിള്ളേര്, നാത്തൂൻ്റെ ഭർത്താവ്, ഞങ്ങളെല്ലാം ഇവിടെ പോയേ. ഇവിടുന്ന് ഇറങ്ങിയ എല്ലാവരോടും യാത്ര ചോദിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയേ. അന്നേരം ഇതിൻ്റെ എല്ലാവരോടും പറഞ്ഞു അവർ ഛർദ്ദിക്കും, ഞാൻ ഛർദ്ദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുന്നേ ഛർദ്ദിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അമ്മുമോനാണോ മുന്നേ ഛർദ്ദിച്ച്, വേറെ ആരും ഛർദ്ദിച്ചില്ലല്ലോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ പിന്നെയും അങ്ങ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒക്കെ ഛർദ്ദിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാൻ ഇറങ്ങിയപ്പോൾ അന്നേരം കുഴപ്പമൊന്നുമില്ല. അന്നേരം എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്കൊന്ന് തൂറണം, കക്കൂസി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടെല്ലാം കുഞ്ഞങ്ങ് ഛർദ്ദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് എടുക്കാറായപ്പം ഒരു ആശുപത്രി കയറിയപ്പം അവർ ട്രിപ്പ് ഇട്ട് കൊടുത്ത് മരുന്നൊക്കെ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോകാൻ പറഞ്ഞു. അന്നേരം അവരോടും കുഞ്ഞു പറഞ്ഞ് അരളിപ്പൂ കഴിച്ച് എന്ന് പറഞ്ഞിട്ടും അവരതിനുള്ള ട്രീറ്റ്മെന്റ് ഒന്നും തന്നില്ല. എവിടെയുള്ള ആശുപത്രിയായിരുന്നു? ഇവിടെ തൃപ്പൂർ എയർപോർട്ടിന് ഇപ്പുറമുള്ളതാണ്. കിൻഡർ ഹോസ്പിറ്റലിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോയി 6 മണിക്ക് അകത്ത് കയറണം. കുഞ്ഞ് ആ വയ്യാങ്കിലും എൻ്റെ മോൾ 6 മണിക്ക് ആ ലഗേജും എല്ലാമായിട്ട് അകത്ത് കയറി. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അകത്ത് കയറിയപ്പം ആ ലഗേജ് വെക്കുന്നിടത്താണ് അവൾ അറിഞ്ഞത് 1 മണിക്കാ ഫ്ലൈറ്റ്. 8:30 പോകേണ്ട ഫ്ലൈറ്റ് ലേറ്റാണ്, 1 മണിക്കാ പോകുന്നതെന്ന് പറഞ്ഞു. അതകത്ത് കയറി കുഞ്ഞ് ഛർദിച്ച് കുഴഞ്ഞു വീണൊരു 10 മിനിറ്റോളം അവിടെ കിടന്നു. ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അകത്ത് ഒരു പയ്യനാണ് അവൾക്ക് വെള്ളവും കൊടുത്ത്. ആ കൊച്ചൻ ചോദിച്ച് എത്ര മണിക്കാ, അന്നേരം 1 മണിക്കാ ഫ്ലൈറ്റ്. അത് തന്നെ വെള്ളവും കൊടുത്ത് വേറെ അപ്പോഴത്തേക്ക് 2 പേര് വന്ന് അവളെ വെളിയിലിറക്കി കഴിഞ്ഞപ്പോഴും വീണ്ടും കുഞ്ഞിന് വയ്യാതാകുമായിരുന്നു. നിങ്ങളെ വിളിച്ചിരുന്നു? അപ്പൊ നിങ്ങൾ പോയിരുന്നോ അതോ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. അവള് പോകാതെ ഞങ്ങൾ വരുന്നില്ല എന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്ന്. അന്നേരം അവളെ അപ്പുറത്തൂടെ ആക്കി വെളിയിലാക്കി തന്ന് ഞങ്ങൾ അപ്പം തന്നെ എറണാകുളത്ത് ആശുപത്രി ഞങ്ങൾ കാണിച്ച് അവര് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറയും എന്നൊക്കെ ചൊല്ലിയിരുന്നു. പക്ഷെ കുഞ്ഞിന് കുറഞ്ഞില്ല. ഞങ്ങൾ നേരെ പരുമലയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. എത്തിയപ്പോ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞെന്താ?
ഡോക്ടറോട് പറഞ്ഞു, ഇവള് തന്നെ അന്നേരം എല്ലാം മോള് സംസാരിക്കുമായിരുന്നു. അന്നേരം BSc നേഴ്സാ. അന്നേരം എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഞാൻ അരളിപ്പൂ കഴിച്ചിട്ടുണ്ട് അതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് എല്ലാം മരുന്നെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളോട് അത്ര വ്യക്തമായിട്ടൊന്നും അവര് പറഞ്ഞില്ല. അന്നേരം അവിടെ ഇട്ടോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചൊല്ലി അന്നേരം പോകുന്നില്ല, ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞായാലും കുഞ്ഞിന് പോകാമല്ലോ എന്നും ചൊല്ലി ഞങ്ങൾ നേരിട്ടങ്ങ് പരുമലയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുവന്നപ്പോൾ ഇവിടെ വന്നാണ് ഡോക്ടേഴ്സ് എല്ലാം നോക്കി. എന്നിട്ട് പിന്നെ നമ്മളോട് ആദ്യമേ പറഞ്ഞു കുഴപ്പമില്ല, കുറവായെന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ വീട്ടിൽ പോകേണ്ടവർ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇല്ല പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കയറി എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴും കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങ് പോകുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കുഞ്ഞിന് മരിച്ചെന്ന്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, കഴിഞ്ഞ ദിവസം ഇത് വലിയ രീതിയിൽ ഈ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഇതേക്കുറിച്ച് സംശയവും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അരളിപ്പൂ തന്നെയാണോ ഈ മരണകാരണമായത് എന്ന്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലല്ലോ അല്ലേ? മഞ്ജുഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ പരുമല ആശുപത്രിയിലാണ് സൂര്യ ചികിത്സ തേടിയത്. അതിനുശേഷം മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. ഏറെക്കുറെ അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഡോക്ടർമാർ, അങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പിന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, അതൊരു റിപ്പോർട്ടായി പുറത്തു വരണമെങ്കിൽ തീർച്ചയായും കെമിക്കൽ ലാബിൽ നിന്നുള്ള രാസപരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതായുണ്ട്. അതുകൊണ്ട് ആ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഈ സ്ഥിരീകരണത്തിലേക്ക്, ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയൂ. പക്ഷേ ഫോറൻസിക് വിഭാഗം അടക്കം നൽകുന്ന വിവരം ഈ പൂ തന്നെയാണ് ഇത്തരത്തിലൊരു പോയിസണസ് ആയി അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കുട്ടി പോകുന്നതിന് മുമ്പാണ് ഈ പൂവിന്റെ ഭാഗം ഫോൺ ചെയ്യുന്നതിനിടയിൽ അശ്രദ്ധമായി വായിലേക്ക് വരുന്നത്. അതിൽ തന്നെ വളരെ കുറച്ച് ഭാഗം മാത്രം അകത്തേക്ക് ഇതിന്റെ വിത്തുകൾ ഉൾപ്പെടെയുള്ള പൂവിന്റെ ഭാഗമുണ്ട്. അതൊക്കെ അകത്തേക്ക് പോയാൽ അത് വലിയ രീതിയിൽ വിഷബാധ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്. ഒരു അത്തരത്തിൽ വലിയ പ്രശ്നം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇത് ഉണ്ടാക്കുന്ന കഴിയുന്ന ഒരു സസ്യമാണ് അരളി എന്നുള്ള സ്ഥിരീകരണം എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. അല്ല, ഈ കുട്ടി ഈ വീടിന്റെ മുഴുവൻ പ്രതീക്ഷ, നന്നായി പഠിക്കുന്ന കുട്ടി, എല്ലാ വിഷയങ്ങൾക്കും A+ഓടുകൂടിയൊക്കെ പാസ്സായ ഒരു വീടിന്റെ മൊത്തം പ്രതീക്ഷയായി UK പോകുന്നതിന് തൊട്ട് മുമ്പ് എയർപോർട്ടിൽ വെച്ചാണ് ഈ സംഭവം അല്ലേ? അതെ അതെ അതെ, ഇത് അറിഞ്ഞ കാര്യം എൻ്റെ സുഹൃത്താണ് ഡ്രൈവറായിട്ട് പോയത് ഇവരെ യാത്രയാക്കാനായിട്ട്. അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഇങ്ങനെ ഫോൺ വരികയും ഫോണിൽ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്ന അരളിയിൽ അശ്രദ്ധമായിട്ട് വായിലിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ തുപ്പിക്കളയുകയും ചെയ്തു. ഇത് പോകുന്ന വഴി തന്നെ ഇത് ഛർദിലും ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കിൻഡർ ഹോസ്പിറ്റലിൽ അവർ കയറ്റുകയും അവിടെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയും പിന്നീട് അത്താണി എത്തിയപ്പോഴത്തേക്ക് ഇതിന് തീരെ വയ്യാതെ വരുന്ന സ്ഥിതിയിൽ അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്കിൻ ആയിട്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ചെക്കിനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഗ്ലാസ്സിൽ കൂടെ മാതാപിതാക്കൾ കണ്ടതാണ് ഈ കുട്ടി കുഴഞ്ഞു വീണിട്ട് കുറച്ചു നേരം അവിടെ കിടന്നു. ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ ആരോ 2 പെണ്ണുങ്ങൾ വന്ന് ഇവരെ താങ്ങിയെടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഇപ്പുറത്തോടെ വെളിയിൽ കൊണ്ടുവന്ന്, ഇപ്പം വാഹനം ഇനിയും ഫ്ലൈറ്റ് വരാനായിട്ട് സമയം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റികൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും അടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തു. അപ്പോൾ അവിടെ വെച്ചാണ് ഒരു സംശയം തോന്നി. തന്നെ പറയുമായിരുന്നല്ലേ താൻ അരളിപ്പൂ കഴിച്ചിട്ടുണ്ട്. ഓൾറെഡി BSc നേഴ്സ് ആണല്ലോ, BSc നേഴ്സ് ആണ്, എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യ തന്നെയാണ് പറഞ്ഞത്, ഞാൻ രാവിലെ ഇതുപോലെ 2 ഇഡ്ഡലിയും ദോശയോ മറ്റോ കഴിച്ചുള്ളൂ. പിന്നെ അസ്വാഭാവികമായിട്ട് കഴിച്ചത് ഇതേപോലെയാണ്. എനിക്ക് അശ്രദ്ധമായിട്ട് ഫോൺ ചെയ്ത കൂട്ടത്തില്ല അരളി എടുത്തിങ്ങനെ വായിട്ട് ചവച്ചപ്പം തന്നെ തുപ്പിയെന്ന് സൂര്യ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് സൂര്യ തന്നെ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് സൂര്യ തന്നെ അവിടെ ഡോക്ടർ പറഞ്ഞു ഇത് പോയ്സണിങ് ആണെന്ന് സൂര്യ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്കിലും അവർ അതിനുള്ള ചികിത്സ നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ
ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, പോയ്സണിങ് എന്നുള്ള റിപ്പോർട്ട് ഈ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് കണ്ടീഷൻ പരുമലയിലേക്ക് എത്തുമ്പോൾ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അല്ലേ? പരുമല എത്തിക്കഴിയുമ്പോഴത്തേക്ക് കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ICUയിലോട്ട് മാറ്റിയും ഏകദേശം വെളുപ്പിനോട് കൂടി മരണം സംഭവിക്കുകയാണ് ചെയ്തത്. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയും അളവ് കൂടുകയൊക്കെ ചെയ്ത് ഈ ഹാർട്ടിലേക്കുള്ള ഞരമ്പ് വെയിനൊക്കെ ഇതായി കട്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഈ വീടിന്റെ മുൻവശത്ത് തന്നെ ഈ അരളി ഉണ്ട്. വേലി സൈഡിൽ തന്നെ കിട്ടിയത്. ഫോൺ ചെയ്തിരുന്ന കൂട്ടത്തിൽ യാദൃശ്യമായിട്ട് എടുത്ത് വായിൽ ഇട്ടതാണ് സംഭവം. എന്തായാലും മഞ്ജുഷ, ഇതാണ് സംഭവം. കാരണം ഇത് ഈ നമുക്കറിയാം, ഈ പുഷ്പം ഒരുപാട് ആവശ്യങ്ങൾക്കായി നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ സംഭവം ഒരു നാട്ടുകാരും പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവം എന്നുള്ളതാണ്. കാരണം പോയിസൺ ആണ്, വിഷബാധയാണ് എന്നുള്ളത് ഏറെക്കുറെ നല്ല വിഷബാധയാണെന്നുള്ള സ്ഥിരീകരണം ആയിട്ടുണ്ട്. ഒന്ന് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹു ടെലിഫോൺ ലൈൻ ചേരുകയുണ്ട്. ഡോക്ടർ സുൽഫി, ഇത് നേരത്തെയും ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്, അരളി ഇങ്ങനെ വിഷാംശമുള്ള ഒന്നാണ് എന്ന്. ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം, ഈ സൂര്യയുടെ മരണം കൂടി വരുമ്പോൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മരുന്നിന് ഈ ഉള്ളിൽ പോയ വസ്തുത എന്താണ് എന്ന് കണ്ടുപിടിക്കുകയും അതിന്റെ കാരണം തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോ എന്താണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മരണം തീർച്ചയായിട്ടും അസാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട്. മറ്റ് പരിശോധനകളും ഒക്കെ തന്നെ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ സ്വാഭാവികമായ മറ്റ് മരണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു വിഷബാധയുടെ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ തീർച്ചയായിട്ടും കൂടുതൽ അതിനകത്ത് നിരീക്ഷിച്ചാൽ മാത്രമേ വ്യക്തതയോട് പറയാൻ കഴിയുള്ളൂ. സുൽഫി, ഇത് മുമ്പ് ചില വാർത്തകൾ വന്നിരുന്നു, ഇങ്ങനെ ഈ നിവേദ്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം, ഈ അരളിപ്പൂ അങ്ങനെ ഉപയോഗിക്കരുത് എന്ന്. അങ്ങനെ ചില മുൻകരുതലൊക്കെ എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡോക്ടർ സമൂഹത്തിന് ഇക്കാര്യത്തിൽ ഇതിനു മുൻപ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ അരളിപ്പൂ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് വിഷാംശമുള്ളതാണെന്ന്. അതെ, തീർച്ചയായിട്ടും ധാരാളം. നമുക്കറിയാലോ, പ്രകൃതിയിലുള്ളതെല്ലാം തന്നെയും സുരക്ഷിതമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത്തരം നമുക്ക് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്ഥലത്ത് കാണുന്നതാണെങ്കിൽ പോലും ഉള്ളിലേക്ക് സാധാരണഗതിയിൽ പോകാത്ത മറ്റ് ആഹാര സാധനങ്ങളൊക്കെ തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും നിലവിലുണ്ട്. പക്ഷെ അതിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ട് വളരെ സർവ്വസാധാരണമായിട്ട് ഇത്തരം ഒരു പോയിസണിങ് കാണാറില്ല. ശരി ഡോക്ടർ, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നാലേ ഉറപ്പിച്ചു പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത് പ്രശസ്തമായ മാംഗോ മെഡോസിന്റെ ഉടമയായ ശ്രീ NK കുര്യനാണ്. ശ്രീ NK കുര്യൻ, താങ്കൾ ഇക്കാര്യത്തിൽ ചില ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണല്ലോ. നാട്ടുകാർക്ക് ഒരുപാട് സംശയമുണ്ട്, ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇന്നലെ പല ഫോൺ കോളുകളും വരുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ അരളിപ്പൂ അത് പ്രശ്നമുള്ളതാണോ എന്ന്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിലുള്ളത്? അരളിപ്പൂ ശരിക്കും മരണകാരണമാകാവുന്ന ഒരു സസ്യമാണ്. അതിന്റെ പൂ, അതിന്റെ തണ്ട്, അതിന്റെ പട്ട, അതിന്റെ വിത്ത്, ഈ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ അത് വിഷാംശം ഉള്ളതാണ്. അത് നീരിയോഡോറിസം കരാബീജം എന്നുള്ളൊരു ഒരു തന്മാത്രയാണ്. അത് നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആയുർവേദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് ഇതിനൊരു കാരണമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ തന്നെ മോഡേൺ മെഡിസിൻ പൂർണ്ണമായും തള്ളുന്നതായിട്ട് പല യൂട്യൂബിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് ശരിക്കും ആയുർവേദത്തിനെ പറ്റി ഒരു നല്ലൊരു അവയർനെസ്, സസ്യങ്ങളെ പറ്റി നല്ലൊരു അവയർനെസ് കൊടുത്തില്ലെങ്കിൽ, എന്റെ അറിവിൽ ഒരു 20-25 സസ്യങ്ങൾ വിഷാംശമുള്ളതാണ്. അത് ചില സസ്യങ്ങൾ ജസ്റ്റ് വായിൽ കൊണ്ടാൽ പോലും മരണം സംഭവിക്കാവുന്ന സസ്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽ മംഗളൂരിൽ ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഓരോ മരങ്ങൾ നട്ട് അതിന്റെ കൂടെ തന്നെ അതെല്ലാം ബോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വിഷമാണ്, ഏത് പദാർത്ഥമാണ് അത് വിഷമായി മാറുന്നത്, ഏത് ആ മരത്തിന്റെ ഏത് അംശമാണ്, അത് പട്ടയാണോ, വേരാണോ, കായാണോ, കറയാണോ, ഏതാണോ അതിന് വിഷാംശം ഉള്ളത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മംഗളൂരിൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. ബോർഡ് ചെയ്ത് അത് കാണികൾക്കായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഡോക്ടർ സംവിധാനങ്ങൾ മോഡേൺ മെഡിസിനിലേക്ക് പൂർണ്ണമായും മാറുമ്പോൾ ആയുർവേദത്തിനെ പൂർണ്ണമായി തള്ളാതെ അതിന്റെ ആ ഒരു ശാസ്ത്രീയ വശം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നത് നല്ല എന്റെ ഒരു അഭിപ്രായം. ശ്രീ NK കുര്യൻ, ഇപ്പോൾ ഈ അരളിയല്ല ഒട്ടുമിക്ക വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ ഈ അരളിപ്പൂ അതേപടി അതിന്റെ അങ്ങനെ കഴിക്കുന്നതാണോ, അതോ ഏത് ഭാഗമാണ് അത് വിഷാംശമായി മാറുന്നത്? ഇപ്പോൾ മരിച്ച സൂര്യ അത് ചവച്ച് തുപ്പിക്കളയുകയായിരുന്നു. അതെ, അതിന്റെ വേര്, പട്ട, വിത്ത്, പൂവ് എല്ലാം അത് വിഷാംശമുള്ളതാണ്. അത് നേരിട്ട്
ഹൃദയത്തെ ബാധിക്കുന്നത് കൂടാതെ ഇത് ത്വക്ക് രോഗങ്ങൾക്ക് ശ്വാസോച്ഛ്വാസത്തെ ഇത് സീരിയസ് ആയിട്ട് ബാധിക്കും. പെട്ടെന്ന് ഈ പൂ ചവച്ചാല് അതിന്റെ അംശം നമ്മുടെ വായിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ മിടിപ്പിനെയും അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തെയും അത് സീരിയസ് ആയിട്ട് ബാധിക്കുകയും അങ്ങനെയാണ് ഞാനത് പഠിച്ചിരിക്കുന്നത്. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ അത് വായിക്കുകയും പഠിക്കുകയും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, ഇതിനെ കറ അല്ലെങ്കിൽ പട്ടയൊക്കെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഔഷധങ്ങളും കൂടിയാണ്. അതായത് ഈ പറയുന്ന അതേ കാര്യങ്ങൾക്ക് ഔഷധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ കാണുകയും അതിനെ ജനങ്ങളിൽ അതിന്റെ അവബോധം വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ IMA പോലുള്ള മെഡിക്കൽ സംഘടനകളോ അതിന് തയ്യാറാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അതിനോട് സഹകരിക്കാനും ഏതൊക്കെ സസ്യങ്ങളിലാണ് ഈ വിഷാംശം ഉള്ളതെന്ന് ഞാൻ വായനയിലൂടെയും അല്ലാതെ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവർക്കുമായി പങ്കുവെക്കാനും തയ്യാറാണെന്ന് കൂടെ ഈ കൂടത്തിൽ പറയുന്നത്. മാനവൃഷിൽ ഒന്നായിട്ടെല്ലാം കാണാവുന്നതാണ്. ശരി, ഒരു കാര്യം കൂടി, ഈ അരളിപ്പൂ കഴിച്ച് ഇങ്ങനെ മരണം സംഭവിച്ച ഏതെങ്കിലും ഒരു ഹിസ്റ്ററി അത് താങ്കൾക്കുണ്ടോ? താങ്കളുടെ ഒരു അനുഭവത്തിലുണ്ടോ? പിന്നെ നിരവധിയുണ്ട്. അരളി മാത്രമല്ല, അരളി അല്ലാതെ തന്നെ ഒരുപാട് സസ്യങ്ങൾ ഈ രീതിയിൽ മരണം സംഭവിക്കുന്നത്. പെട്ടെന്ന് അരളിയേക്കാൾ പെട്ടെന്ന് മരണം സംഭവിക്കുന്ന സസ്യങ്ങളുണ്ട്. അപ്പൊ ഇത് ചിലത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ചിലത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കുന്നുണ്ട്, ചിലത് നമ്മുടെ കുടൽ സംവിധാനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ സയന്റിഫിക്കായി നോക്കണമെങ്കിൽ ഡോക്ടർമാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത് നമുക്ക് ലഭിക്കുന്ന ഈ അറിവ് ശരിക്കും കാലാതീതമായ ആളുകളിലൂടെ വന്ന ഒരു അറിവാണ്. ആ അറിവും പിന്നെ ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അറിവാണ്. ഇതൊക്കെ പ്രായോഗികമായിട്ട് നടന്ന സംഭവങ്ങളായതുകൊണ്ടാണ് അതിനകത്ത് സത്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ പൂർണ്ണമായും തള്ളുന്നത് ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെ നോക്കിയാൽ ശാസ്ത്രീയമല്ല, ഇങ്ങനൊരു ഒരു രീതി തന്നെയുണ്ട്. ആ ഒരു രീതിക്ക് മാറ്റം വന്ന് ആയുർവേദം ഈ പറയുന്ന മോഡേൺ മെഡിസിൻ തന്നെ ആയുർവേദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഓരോ അതിന്റെ മൂലഘടകങ്ങൾ ആയുർവേദത്തിൽ നിന്നുള്ളതാണെന്ന് ഉള്ളതും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ തോന്നുന്ന ഈ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് അവയർനെസ് ആയിട്ട് എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരുപാട് സത്യങ്ങളുണ്ട്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള പൂർവികർക്ക് നമ്മുടെ കാരണവന്മാർക്കൊക്കെ അറിയാമായിരുന്നു ഇന്നത് പാടില്ല ഇന്നത് പാടില്ല. ഇന്നത്തെ പുതുതലമുറ എന്താ പറയാ, ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രമുള്ള, അവർക്ക് വേറൊന്നും അറിയില്ല. ഗാർഡനിലുള്ള സസ്യങ്ങളെ പറ്റി മാത്രമേ അറിയാവൂ. ആ അറിവില്ലായ്മ ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരി, ശ്രീ N. K. കുര്യൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സൂര്യയുടെ മരണം വിഷബാധയായിട്ടാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ അരളിപ്പൂ, സൂര്യ കഴിച്ച അരളിപ്പൂ ആണോ പ്രശ്നമായത് എന്നുള്ള കാര്യത്തിൽ ഇനി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരാൻ ബാക്കിയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6615, പവന് 52,920. 18 ക്യാരറ്റ് ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.